ശ്രീഗണേശാശാരദാ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും ദശകം 96. ഭഗവത് വിഭൂതികളും ജ്ഞാനകർമ്മ ഭക്തിയോഗങ്ങളും. അക്ഷരത്തിൽ ആകാരവും മന്ത്രങ്ങളിൽ ഓങ്കാരവും രാജാക്കളിൽ മാനുവും നീ പരബ്രഹ്മമേ. ഭൃഗുവും നാരദനും നീ പ്രഹ്ലാദനും ഗരുഡനും കാമധേനു ആനന്ദനും ഗംഗയും നീയേ. വിപ്രഭക്തരിൽ നീ ബലി യജ്ഞങ്ങളിൽ ജപയജ്ഞം വീരനാമർജുനനും നീ ഉദ്ധവൻ നീയേ. ബലവും തേജസ്സും നീയേ പുരുഷനും പ്രകൃതിയും പ്രപഞ്ചത്തിൽ നീയല്ലാതെ മറ്റൊന്നുമില്ല. ധർമ്മത്തെ ഭക്തിപൂർവമായി ഭഗവാനിൽ സമർപ്പിച്ചാൽ വൈരാഗ്യം കൈവരും, പിന്നെ ജ്ഞാനമുണരും. എല്ലാത്തിലും ഏകമായി ജഗത്തിനു കാരണമായി പരബ്രഹ്മം ഞാനെന്നുള്ള വിജ്ഞാനമുണ്ടാം. വൈരാഗികളായവർക്കും ജ്ഞാനയോഗം അഭികാമ്യം, വിഷയസൂഖികൾക്കെന്നും കർമ്മയോഗവും. മറ്റുള്ളോർക്കു ഭഗവാനിൽ ഭക്തിയോഗം കൊണ്ടാണല്ലോ ശ്രദ്ധ എന്ന സത്യവും ഞാനറിഞ്ഞിടുന്നു. തത്വവും ഭക്തിയും പുണ്യം നിമിത്തമായി ലഭിക്കുന്ന മർത്യജന്മം കൊതിക്കുന്നു സൂരാസൂരന്മാർ. മമദേഹം കപ്പലല്ലോ ഗുരു കപ്പിത്താനോ ഭവൻ, കാറ്റുപോലെ സംസാരമം കടൽ കടത്തൂ. ജ്ഞാനം മാത്രം കോതിപ്പോർക്കു മുക്തിയേറെ ദുർലഭം താൻ, കർമ്മയോഗത്തിലും മുക്തി കഠിനം തന്നെ. ഭക്തിയോഗം ഏറെ ഹൃദ്യം, മുക്തിയും എളുപ്പം തന്നെ. ഭഗവാനെ ഭക്തി എന്നിൽ വർദ്ധിച്ചിടണേ. കേവലമാം ജ്ഞാനം കൊണ്ടു മനഃശാന്തി ലഭിക്കില്ല, ഭക്തിയുണ്ടേൽ മുക്തി പോലും എളുപ്പമാകും. ദുഷ്കരമാം ധ്യാനം പോലും ഹൃദ്യമായി തീരും നൂനം, പുഷ്കരേക്ഷണ നിന്റെ കൃപയുണ്ടെങ്കിൽ. യാഗങ്ങളിൽ വിരക്തൻ ഞാൻ, നാമജപം മോഹിക്കുന്നു, ഭാര്യാപുത്രാദികളിലോ ആസക്തൻ തന്നെ. ഭഗവാനെ മമ ഹൃത്തിൽ വിളങ്ങിടുകിൽ നൂനം, വിഷയാസക്തി നാശിക്കും, ഭക്തി വർദ്ധിക്കും. പണ്ഡവന്തിയിലെ ദ്വിജൻ തൻ്റെ ധനം നശിച്ചപ്പോൾ ദുഃഖത്തിനു മൂലം മനസ്സാണെന്നറിഞ്ഞു. മനഃശാന്തിയുള്ളവനായി ഭഗവാനിൽ ചേർന്നു വിപ്രൻ, മനഃശാന്തി അടിയനും നൽകിയിടണമേ. ഉർവശിയെ കാമിച്ചോര പുരൂരവസെന്ന രാജൻ, അവസാനം ഭക്തനായി മുക്തിയും നേടി. വിഷയാസക്തി കളഞ്ഞു ഭക്തനായി തീർന്നിടുവാൻ, വിശ്വേശ്വരാ മമ രോഗം മാറ്റിത്തരണേ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.